പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജൂലിയസ് സീസറിന് സ്ഥാനം ഏൽക്കുന്നത് ആയിട്ട് ഉള്ള ആ ഭാഗത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതായത് പോംബെയുടെ പിൻഗാമിയായിട്ട് ജൂലിയസ് സീസർ സാമ്രാജ്യ ആധിപത്യം ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ ജൂലിയസ് സീസർ സാമ്രാജ്യാധിപത്യം ഏറ്റെടുത്തപ്പോൾ ജൂലിയസ് സീസർ ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുത്രനും ഹൈർക്കാന്യൂസിൻ്റെ ജാമാതാവുമായ ഹെറോദേസ് ഒന്നിനെ, അത് ഹെറോദേസ് ദി ഗ്രേറ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, മഹാനായ ഹെറോദേസ്. മഹത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കാര്യം അങ്ങനെ മഹത്വമായിട്ട് മാനവ സമൂഹത്തിന് മഹത്വമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് നിർമ്മിതികളൊക്കെ അദ്ദേഹം ചെയ്തു. ഒരുപാട് സൗധങ്ങളൊക്കെ പണിതുയർത്തി, കൊട്ടാരങ്ങൾ, സുഖവാസ കേന്ദ്രങ്ങൾ, പിന്നെ കോട്ടകൾ, ഇതൊക്കെ പണിതുയർത്തി. അതാണ് അദ്ദേഹത്തിന് മഹാൻ എന്ന് പറഞ്ഞ ആ കാര്യത്തിലാണ് മഹത്വം പറയുന്നത്. പിന്നെ യെരുശലേം ദേവാലയം യഹൂദരെ കയ്യിലെടുക്കാൻ വേണ്ടി, സ്വാധീനിക്കാൻ വേണ്ടി മുൻപുണ്ടായിരുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ ഇരട്ടിയോളം വിസ്തൃതിയിൽ വളരെ ബ്രഹ്മാണ്ഡമായ ദേവാലയം അദ്ദേഹം പണിതു. അത് കൂടാതെ ഒരുപാട് വിജാതീയ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് പണിയായിരുന്നു. പ്രതിമകളും അതൊക്കെ സ്ഥാപിച്ച് വിജാതീയ ദൈവങ്ങളുടെ പേഗൻ ക്ഷേത്രങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എവരെയും കൂടെ സ്വാധീനിക്കാൻ വേണ്ടി അവരുടെ ദേവാലയവും കൂടെ ശരിയാക്കി ഒക്കെ എടുത്തു. അപ്പോൾ അവരൊരു മഹത്വം അദ്ദേഹത്തിന് കൊടുത്തു. ആണ് ഇത് ഗ്രേറ്റ് എന്ന് പറഞ്ഞത്. മറ്റുള്ള ഒരു കാര്യത്തിലുമല്ല. തെറ്റ് ധരിച്ച് പലരും പറയുന്നുണ്ട് മഹാനാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മഹാനാണെന്ന്. കാരണം എന്തുവെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ. ഇതാണ് നിർമ്മിതിയുടെ കാര്യത്തിൽ. നമ്മൾ ഷാജഹാൻ ഇവിടെ താജ്മഹൽ പണിഞ്ഞു. അപ്പം മഹാന്. അപ്പോൾ അതുപോലുള്ള ഓരോ കാര്യങ്ങൾ, അപ്പം ഇതുപോലുള്ള ഓരോന്ന് നിർമ്മിതികളുടെ പേരിലായാലും അവർ അത് സ്ഥാപിച്ചു കൊടുക്കും. അപ്പം ബാബർ ഇവിടെ ഒരുപാട് പരിഷ്കാരങ്ങൾ അവർ ഹിന്ദു സ്ത്രീകളെ വരെ വിവാഹമൊക്കെ ഒരുപാട് ഭാര്യമാർ അങ്ങെടുത്തു. അപ്പോൾ അവർ മൈത്രി ഉണ്ടാക്കാൻ, സമൂഹത്തിലെല്ലാവരും തുല്യ പരിഗണന കിട്ടും അങ്ങനെ കൊടുത്തിരിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടി അപ്പം മഹാനായ ആണ് ബാബർ എന്നുള്ളതായി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ജൂലിയസ് സീസർ വന്നു. അദ്ദേഹത്തിൻ്റെ ഇതോമിൻ്റെയും പിന്നെ പാലസ്റ്റീൻ്റെയൊക്കെ ആധിപത്യം, സാമന്ത ആധിപത്യം അന്തിപ്പേറിന് നൽകി. പാലസ്തീൻ പ്രദേശത്തിന് മുഴുവനും, പിന്നെ ഈദോമിയരുടെ ദേശവും, ഏതോമിയരുടെ ആ ദേശവും, ഇതിനെല്ലാം ആധിപത്യമൊക്കെ സാമന്ത ആധിപത്യമാണ് കൊടുത്തത്. സാമന്ത രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കപ്പം കൊടുത്ത്, നികുതിയൊക്കെ കൊടുത്ത്, അവർ പറയുന്ന പണമൊക്കെ കൊടുത്ത് അവരെ മേലെ കോയ്മയെ, അതായത് ഇവിടെ റോമൻ എംപയർ സാമ്രാജ്യം അങ്ങനെ കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തി പദവി കൊടുത്തു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവരെ കഴിയുന്നത്ര കുശാഗ്ര ബുദ്ധിയായിരുന്നു ഹെറോദ്, അത് അന്തിപ്പേർ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്ത് സാമന്താധിപത്യം കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രനും അന്തിപ്പേറിൻ്റെ പുത്രന് ഹൈർക്കാന്യൂസിൻ്റെ ജാമാതാവുമായ ഹെറോദേസ് 1 BC 40 ഭരണവും ഏറ്റു. അപ്പോൾ ഈ ഹെറോദേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നേരത്തെ. അപ്പോൾ ഈ ഹൈർക്കാന്യൂസിനെ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അരിസ്റ്റോബുലസ് ഹൈർക്കാന്യൂസ് മക്കാബിയരുടെ പിൻഗാമിയായിട്ട് വന്നയാൾ. അവർ തമ്മിലുള്ള യുദ്ധം അധികാരത്തിന് വേണ്ടി. അപ്പം ബോംബെ അവരെ റോമൻ സാമ്രാജ്യത്തിൽ സാമ്രാജ്യാധിപർ ബോംബെയിൽ ചെന്ന് കണ്ടു. അവരെ യവനരെ കീഴടക്കാനായിട്ട്
അങ്ങനെ യവനരെ കീഴടക്കി ഓടിച്ചു. പിന്നെ ബോംബെ ഇങ്ങോട്ട് വന്ന് കീഴടക്കി യെരുസലേമിനെ മൊത്തം തന്നെ കൊള്ളയടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ആ ഹെർക്കാനൂസിനെയാണ് അനുകൂലിച്ചത് ബോംബെ റോമൻ സാമ്രാജ്യാധിപതി. അപ്പോൾ ആ ഹെർക്കാനൂസിൻ്റെ ജാമാതാവുമാണ് ഹെറോദേസ്. അപ്പം അത് ഹെറോദേസ് ഒന്നെന്ന് പറഞ്ഞാൽ ഹെറോദേസ് ഫസ്റ്റ്. അവർ പിന്നെ അത് അപ്പം BC 40 അങ്ങനെ രാജാവും പിന്നെ യഹൂദരുടെ രാജാവ്, പിന്നെ കിങ് ഓഫ് ജ്യൂസ്, ഫ്രണ്ട്സ് ആൻഡ് അലേ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൽ യഹൂദന്മാരുടെ രാജാവ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ മിത്രം, പിന്നെ എൻ്റെ ബന്ധു. അപ്പം അങ്ങനെയുള്ള പരിപൂർണമായിട്ട് ഉന്നതമായിട്ടുള്ള ഒരു സാമന്ത രാജാവിന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയോടുകൂടിയാണ് ഹെറോദേസ് സ്ഥാനമേറ്റത്. പിന്നെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു അത് ഈ മരണത്തിന് ശേഷം. അപ്പം പാലസ്റ്റൈൻ്റെ ഭരണാധികാരമായി റോമൻ സെൻട്രൽ നിന്നൊക്കെ അവർ കരസ്ഥമാക്കി അവരെ ഒരുപാട് സ്വാധീനിച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ പക്ഷേ അത് 3 വർഷത്തോളം 2 ലക്ഷത്തോളം യഹൂദരെ കൊന്നൊടുക്കിയിട്ടാണ് ഈ അധികാരം ഉറപ്പിക്കാൻ പറ്റിയത് അവിടെ യെരുസലേമിൽ, യൂദയായിൽ. കാരണം ഈ മറ്റേ ഹെർക്കാനൂസിൻ്റെ എതിർത്ത എതിരാളി ഉണ്ടായിരുന്ന അരിസ്റ്റോബുലസ്. അപ്പോൾ അദ്ദേഹം അവിടെ യൂദയായിൽ യൂദയായും ഗലീലയും എല്ലാം ഭരിക്കുകയാണ്. ഇപ്പോൾ റോമിനെ എതിർത്തിട്ട്. അപ്പോൾ ആ അരിസ്റ്റോബുലസിനെയൊക്കെ നിഷ്കാസനം ചെയ്തിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ. അപ്പം ഹെർക്കാനൂസിനെ നിഷ്കാസനം ചെയ്തെന്ന് പ്രധാന ആചാര്യനും രാജാരും എല്ലാം ആചാര്യത്വവും എല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ നിഷ്കാസനം ചെയ്യാൻ ഒരുപാട് യഹൂദരെ കൊല്ലേണ്ടി വന്നു. അപ്പോൾ കാരണം ഈ യഹൂദർ പലരും ഒരു 2 തട്ടിലായി. അപ്പോൾ ഹെർക്കാനൂസിൻ്റെയും അരിസ്റ്റോബുലൂസിൻ്റെയും ആചാനുവർത്തികളായിട്ട് അവർ അങ്ങനെ താമസിക്കുമായിരുന്നു. അപ്പോൾ ഏതാണ്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ 6 മാസത്തെ കഠിനമായ ഒരു ഉപരോധം അവിടെ ഹെറോദ് ഈ ജെറുസലേം കീഴടക്കാൻ വേണ്ടി ജെറുസലേമിന് കൊടുത്തു. അപ്പോൾ അവിടുന്ന് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, സാധനങ്ങളൊന്നും പോകത്തില്ല. എല്ലാം ജെറുസലേമിന് വെളിയിൽ നിന്ന് വേണം സാധനങ്ങളെല്ലാം എത്തിക്കുന്നതിന്. അപ്പോൾ അതൊന്നും സാധിക്കത്തില്ല. അങ്ങനെ 6 മാസം കഠിനമായ ഉപരോധം ഏർപ്പെടുത്തിയാണ് അവരെ കീഴടക്കി ചെയ്ത്. അപ്പോഴത്തേക്ക് ഏതാണ്ട് ലക്ഷങ്ങളോളം യഹൂദരെ കൊന്നൊടുക്കിയിരുന്നു അയാൾ. അപ്പോൾ ഈ മനുഷ്യനാണ് ഈ ഗ്രേറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം സെനഹദരീൻ സഭയുടെ അവകാശാധികാരങ്ങളെല്ലാം നിർത്തലാക്കാൻ തുടങ്ങി യഹൂദരുടെ. അപ്പോൾ അവരെല്ലാം കയ്യിലെടുത്തു. അവിടെ വലിയ ദേവാലയമൊക്കെ പണിയുന്നുണ്ട്. അങ്ങനെ പണിയിച്ചും കൊണ്ട് അപ്പോൾ അവർ അധികം ഒന്നും എതിർക്കത്തില്ല. അപ്പോൾ സെനഹദരീൻ സംഘത്തിൻ്റെ അധികാരങ്ങളൊക്കെ ഓരോന്നായിട്ട് നിർത്തി. അവർക്കൊരു കുറ്റവാളിയെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാനുള്ള അധികാരമൊന്നുമില്ലായിരുന്നു, കൊല്ലാനുള്ള അധികാരമില്ല, വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റത്തില്ല. ശിക്ഷയ്ക്ക് അവരെ വിധിക്കുക അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ടുള്ള അധികാരങ്ങളെ ആയിരുന്നു. അവരെ ഭ്രഷ്ട് കൽപ്പിക്കാം, അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഹെറോദേസ് ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തി. അപ്പം പക്ഷേ വലിയ സ്വാർത്ഥതയായിരുന്നു, വളരെ അധികാര പ്രമത്തത, സ്വാർത്ഥത. പിന്നെ റോമൻ സർക്കാരിന് വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തും ചെയ്യുക. പിന്നെ വിജാതീയ ഇവരുടെ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് പണി കഴിഞ്ഞ് പറഞ്ഞല്ലോ, അവിടെയൊക്കെ പ്രതിമകളൊക്കെ സ്ഥാപിക്കുക, യൂദയായാലും എല്ലായിടത്തുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം വെളിയിലൊക്കെ നോക്കുമ്പോൾ വലിയതാണെങ്കിലും യഹൂദരുടെ മനസ്സിലിങ്ങനെ അവർ ദേവാലയം പുതുക്കി പണിയുന്നതുകൊണ്ട് അവരോട് കാര്യമായിരുന്നു. ഇങ്ങനെ മനസ്സ് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വിജാതീയ ക്ഷേത്രങ്ങളും എല്ലാം അവിടെ അടയാളങ്ങളുമൊക്കെ യാഹ്വേയുടെ പരിപാവനമായ ഭൂമിയിൽ
ആ രാജവീഥികളിലെല്ലാം, യെരുസലേമിലോട്ടുള്ള വീഥികളിലെല്ലാം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്കത് അടക്കി നിർത്താൻ സാധിക്കുകയില്ല. അത് മനസ്സിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഹെറോദേസ് വളരെ നിഷ്ഠൂരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ജനരോഷമൊക്കെ അങ്ങനെ അടിച്ചമർത്തുക എന്ന് കൊന്നൊടുക്കുകയായിരുന്നു. അപ്പം എന്നിട്ട് ഇത് മാത്രമല്ല ഹെറോദേസ് ചെയ്ത. ഹെറോദേസ് ഒന്നാമൻ സ്വന്തം ഭാര്യമാരെ കൊന്നു, സഹോദരങ്ങളെ കൊന്നു, അങ്ങനെയുള്ള ബന്ധുക്കളെയൊക്കെ ഒരുപാട് പേര് എതിർപ്പുണ്ടെന്ന് അങ്ങനെയൊക്കെ സംശയം തോന്നിയാൽ ഉടനെ കൊല്ലുക. അപ്പോൾ ഈ മനുഷ്യനാണ് ക്രിസ്തു ജനിച്ചെന്നറിഞ്ഞപ്പോൾ അവിടെ ഈ കിഴക്കുന്ന് വന്ന ജ്ഞാനികളെ, ജ്യോതിശാസ്ത്രജ്ഞർ അവിടെ വന്നപ്പോൾ, കൊട്ടാരത്തിൽ വന്നപ്പോൾ അന്വേഷിച്ചു. അവിടെ എല്ലാം ജയിച്ച് ലോകം മുഴുവനും ഭരിക്കേണ്ടുന്ന ഒരു ശിശുവാണത്. അപ്പോൾ അവരത് ജ്യോതിശാസ്ത്രജ്ഞർ ആ നക്ഷത്രത്തിൽ നിന്ന് അവരത് മനസ്സിലാക്കി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ സ്വീകരിച്ചതും അത് വന്ന് അറിയിക്കണം, ഞാനും പോയി ആരാധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കിട്ടാതെ വന്നപ്പോൾ പിന്നെ ചെയ്തത് 2 വയസ്സും അതിന് താഴെയുള്ളവരെയെല്ലാം കൊല്ലുക, കുഞ്ഞുങ്ങളെയെല്ലാം. അത് ചെയ്ത് അങ്ങനത്തെ ചോരപ്പുഴ ഒഴുക്കിയ ഒരു നിഷ്ഠൂരനും ആയിരുന്നു. അവസാനമായിട്ട് അദ്ദേഹം അവസാന കാലത്ത് അങ്ങനെയും ഒരു നിഷ്ഠൂര കൃത്യം ചെയ്തു. എന്തിനാ ഈ 2 വയസ്സ് ഉള്ളവരെയൊക്കെ കൊന്നത്, കുഞ്ഞുങ്ങളിപ്പം പറഞ്ഞ യേശുവിന് വേണ്ടി? കാരണം ഈ നക്ഷത്രം അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടത്, ഇവിടെയുള്ള ജ്യോതിശാസ്ത്രജ്ഞരും കണ്ടത്, ഹെറോദസിൻ്റെ പുരോഹിതരും മറ്റുള്ള എല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തത് 2 വർഷത്തിന് മുൻപേ ഈ നക്ഷത്രം കണ്ട് ഈ രാജാക്കന്മാർ 2 വർഷത്തെ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഈ നക്ഷത്രം കണ്ടപ്പോൾ അന്ന് മുതലുള്ളവർ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർ അന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് അവർ ആ കുഞ്ഞുങ്ങളെയും കൂടെ കൊന്നത് 2 വയസ്സുള്ളത്. അപ്പോൾ അത്രയ്ക്ക് നിഷ്ഠൂരനാണ്. അല്ലാതെ മഹാനെന്ന് പറയാം, അതൊക്കെയല്ലല്ലോ മഹത്വം. അപ്പം അദ്ദേഹം എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്ത് ഒരുപാട് പുരോഹിതരെയും എല്ലാം അയാൾ കൊന്നിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഈ അയാളുടെ വാഴ്ചയുടെ അധികാരത്തിൻ്റെ അവസാന നാളുകളിലാണ് ഈ മത്തായി 2:13-16 പറയുന്ന ആ ശിശുഹത്യ നടക്കുന്നത്. അത് BC 4 അപ്പോഴാണ് യേശു ജനിച്ചത് ആ വർഷമാണ് BC 4, ബിഫോർ AD ബിഫോർ ക്രൈസ്റ്റ് 4 BC. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് സുവാസ കേന്ദ്രങ്ങളൊക്കെ, പ്രധാനപ്പെട്ട പട്ടണങ്ങളൊക്കെ പണിഞ്ഞിരുന്നു. അയാളുടെ അന്ത്യം എന്ന് പറയുന്നത് ജെറീക്കോയിലെ സുവാസ കേന്ദ്രം, ചാവുകടൽ തീരത്ത് ജെറീക്കോയിലെ സുവാസ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അയാളുടെ അന്ത്യം. അവിടെ കിടന്ന് മരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇനിയിപ്പം ക്രിസ്തുവിൻ്റെ ഹെറോദേസിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ ചരിത്രം നമുക്ക് നിർത്താം. പിന്നെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ മതപരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിക്കണം അന്നത്തെ കാലത്തെ ചുറ്റുപാടുകളൊക്കെ. അപ്പോൾ അങ്ങനെ ഹെറോദേസ് ഈ ഫസ്റ്റ് മരിക്കും ഒന്നാമൻ മരിക്കുമ്പോൾ അദ്ദേഹം ഒരു വിൽപത്രം എഴുതി വെച്ചിരുന്നു. എന്തുവാ? അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് 3 പേർക്കുമായിട്ട് രാജ്യം ഭരണാധികാരം കൊടുക്കണം എന്നുള്ളത്. അത് ഒന്ന് അർക്കലാവുസ് മൂത്തവൻ, പിന്നെ ഹെറോദേസ് അന്തിപ്പാസ് രണ്ടാമൻ, മൂന്നാമൻ ഫിലിപ്പ്, ഇങ്ങനെ 3 മക്കളാണ്. അപ്പോൾ അതിൽ ഈ റോമൻ മേൽക്കോയ്മ സാമ്രാജ്യാധിപതി ചെയ്തത്, അതായത് ജൂലിയസ് സീസർ ചെയ്തത്, ഇവർക്ക് 3 പേർക്കും രാജപദവി ഇല്ല. അപ്പോൾ അർക്കലാവുസ് മൂത്തവന് രാജ്യത്തിൻ്റെ മിക്കവാറും ഈ പലസ്തീനയുടെ ഹെറോദേസ് ഭരിച്ചിരുന്ന രാജ്യത്തിൻ്റെ 2 പകുതിയും അദ്ദേഹത്തിന് കൊടുത്തു. കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഭരണാധികാരിയായിട്ട് മാത്രം കൊടുത്തു, രാജാവല്ല. എത്തനാർക്ക് എന്ന്, അതായത് റൂളർ, ഭരണാധികാരം മാത്രം. പിന്നെ തീരുമാനിക്കുന്നത് അത് ബാക്കി കാര്യങ്ങളും എല്ലാ ശിക്ഷാവിധികളും കാര്യങ്ങളും അതെല്ലാം ചെയ്യുന്നത് ഇവിടെ
പ്രൊക്യൂറേറ്റർമാരാണ്. അത് പീലാത്തോസ് പ്രൊക്യൂറേറ്ററായിരുന്നു, കർത്താവിൻ്റെ കാലത്തെ അവസാനത്തെ പ്രൊക്യൂറേറ്ററായിരുന്നു. പിന്നെ ബാക്കിയുള്ള 2 പേരും അതിൽ ഹെറോദേസ് അന്തിപ്പാസും ഫിലിപ്പും. ഹെറോദേസ് അന്തിപ്പാസ് ഗലീലിയിലെയാണ്. അതും ഇതുപോലെ ടെട്രാർക്ക്. അതെല്ലാം അവർ രാജപദവിയല്ല, രാജാവ് എന്ന് പറയുന്നെങ്കിൽ സാമന്ത രാജാവും അല്ല, അതിനും താഴെയുള്ളത്. പിന്നെ അടുത്തത് ഫിലിപ്പ് ഭരിച്ചുകൊണ്ടിരുന്നിടത്ത് അദ്ദേഹത്തിന് യഹൂദർ വളരെ കുറവായ, വിജാതിയർ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം സൗമ്യമായിട്ട് എല്ലാവരോടും ഇടപെട്ട് ഈ ന്യൂനപക്ഷമായിരുന്ന യഹൂദരോടും എല്ലാം സ്നേഹമായിട്ട് എല്ലാവരെയും ഒരുപോലെ കണക്കാക്കിയാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യൂദയായും എദൂമിയയും സമറിയയും എല്ലാം ചേർന്ന പ്രദേശം അർക്കലാവുസിൻ്റെ കീഴിലായി, അതായത് പകുതിയിൽ കൂടുതൽ സ്ഥലം. പക്ഷേ അല്പകാലമേ അദ്ദേഹത്തിന് അവിടെ ഭരിക്കാൻ കഴിയുള്ളൂ, കാരണം നിഷ്ഠൂരനായിരുന്നു. അധികാരമേറ്റ ആദ്യമൊക്കെ തന്നെ ആദ്യത്തെ വർഷം തന്നെ ഒരു 3000-ഓളം കലാപകാരികളെ അദ്ദേഹം വകവരുത്തി. അദ്ദേഹവും കിങ്കരന്മാർ, അവരുടെ സൈനികരും എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ റോമൻ സൈന്യമൊക്കെ അവർക്ക് ഉപയോഗിക്കാം, പിന്നെ ഭരിക്കാം. റോമൻ സൈന്യത്തെ ഉപയോഗിക്കാം, സ്വന്തമായിട്ടൊരു സൈന്യമൊന്നും അവർക്ക് കൊടുക്കാൻ, കാരണം രാജപദവിയില്ല. അല്ലെങ്കിലും സാമന്ത രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അതേ ഉള്ളൂ. പിന്നെ സ്വന്തം സൈന്യം ഉണ്ടായാലും അവർക്ക് അന്തിമമായിട്ടുള്ള വിധികൾ കൽപ്പിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരമില്ല. അതിനൊക്കെ റോമൻ സർക്കാരാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 3000 കലാപകാരികളെ ഒക്കെ അന്ന് കൊന്നൊടുക്കിയെന്നാണ് ചരിത്ര പണ്ഡിതന്മാരൊക്കെ, അന്നത്തെ ചരിത്രകാരന്മാർ, റോമൻ സർക്കാരിൻ്റെ ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ അർക്കലാവുസിൻ്റെ കാലത്ത് ഒരു കാര്യം പറ്റി. ഇങ്ങനെയുള്ള യഹൂദരെയും പുരോഹിതരെയൊക്കെ കാര്യം അദ്ദേഹം വകവരുത്തി. ഈ ദീർഘകാല നൂറ്റാണ്ടുകളായിട്ട് ശത്രുതയിൽ കഴിഞ്ഞിരുന്ന സമറയ പ്രദേശത്തെ ജനതകളും സമറായക്കാരും യഹൂദരും കൂടെ ഒത്തൊരുമിച്ചു. എന്തിനാ? അർക്കലാവുസിനെ എങ്ങനെയെങ്കിലും ഒത്തൊരുമിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പറഞ്ഞു, റോമൻ സർക്കാരിൻ്റെ നിവേദനമായി ഈ അർക്കലാവുസിനെ അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറ്റണം. അവിടെ യാതൊരുവിധ അധികാരങ്ങളും പ്രദേശത്ത് കൊടുക്കാൻ പാടില്ല. കാരണം അദ്ദേഹം ഒരുപാട് കൊള്ളരുതാഴികൾ അവർക്ക് സഹിക്കാൻ വയ്യാത്തവണ്ണം അത് ചെയ്തു. ഒരുപാട് പേരെ കൊല്ലുക, മറ്റേ പേഗൻ മതത്തെയും ദേവദേവികളെയൊക്കെ ആരാധിക്കാൻ നിർബന്ധിക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവരെല്ലാം അദ്ദേഹം നേരത്തെ AD 6 ക്രിസ്തു ജനിച്ചാണ്. അർക്കലാവുസിൻ്റെ കാലത്ത്, ഹെറോദിൻ്റെ കാലത്ത് ജനിച്ചു. അർക്കലാവുസ് ഭരിക്കുമ്പോഴാണ് തിരിച്ചു വരുന്നത്, അറിയാമല്ലോ. അപ്പോൾ അർക്കലാവുസാണെന്ന് പറഞ്ഞ് യൂദയായിൽ പോയില്ല, പകരം ഹെറോദേസ് അന്തിപ്പാസ് ഭരിച്ചിരുന്ന ഗലീലിയിലാണ് പോയത്, യേശുവിനെയും കൊണ്ട് നസ്രത്തിൽ. അപ്പോൾ AD 6 അദ്ദേഹത്തെ അവിടുന്ന് റോമൻ സാമ്രാജ്യം അധികാരികൾ അവിടുത്തെ അവരെ പുറത്താക്കി, അവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ട് നാട് കടത്തി. അപ്പോൾ അതുകൊണ്ട് അധികം കാലം വേണ്ട 10 വർഷത്തിനടുത്തൊക്കെ ഭരിക്കാൻ പറ്റുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അർക്കലാവുസിനെ ഭയന്ന് ഇങ്ങോട്ട് ആണെന്നറിഞ്ഞപ്പോൾ യോസഫ് ഭയന്നു, യോസേഫ് പിതാവ് ഇങ്ങോട്ട് പോയിരുന്നതിന് വേണ്ടി. അപ്പം തിരിച്ചിങ്ങോട്ട് ഈജിപ്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുകയില്ല എന്നുള്ള കാര്യത്തിൽ അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഗലീലിയിൽ പോയി താമസിക്കാനുണ്ട്. ഇനിയും ഗലീലയും ഇനിയും ഫിലിപ്പിന് കൊടുത്തത്, ഗലീലയും ബീറിയയും ചേർന്ന പ്രദേശമാണ് അന്തിപ്പാസിന് കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രജകൾ വലിയ ഭാഗം യഹൂദരായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വളരെ കണ്ണിങ് ആയിരുന്നു, ക്രൂരനാണ്. അതുപോലെ തന്നെ കുശാഗ്ര ബുദ്ധിയാണ്, അതിന് പറയുന്നത് കുരുട്ട് ബുദ്ധികൾ ഒരുപാടുള്ള കണ്ണിങ്, കുതന്ത്രങ്ങൾ ഒരുപാടുള്ള മനുഷ്യനായിരുന്നു. എങ്ങനെയെങ്കിലും രാജാധികാരം നേടണം തന്തയുടെ കൂട്ട്.
ഹെറോദേസ് ഫസ്റ്റിൻ്റെ കൂട്ട്, പിതാവിൻ്റെ കൂട്ട് രാജാവായിട്ട് വാഴണം. അതിനുള്ള റോമൻ സാമ്രാജ്യത്തെ അതിലെ സ്വാധീനിക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ യെരുശലേം ഇത് പണിയുന്നുണ്ട്. എന്നാൽ തന്നെ അദ്ദേഹം ഒരുപാട് പേരെ അദ്ദേഹം കൊല്ലുകയും ചെയ്തു. യഹൂദരെ എതിർപ്പുണ്ടെന്ന് അറിയുന്നവരെയൊക്കെ അദ്ദേഹം കൊല്ലുകയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, യഹൂദരുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെ അവിടെ തീർത്ഥാടനം നടത്തിയിരുന്നു അവരുടെ ദേവാലയങ്ങളിലേക്കും. അങ്ങനെയൊക്കെ അവരെ കയ്യിലെടുക്കാൻ അതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരും അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പറ്റിയ ഒരു കുഴപ്പം, ഫിലിപ്പിനെ പറഞ്ഞല്ലോ നമ്മൾ, ഫിലിപ്പിൻ്റെ ഭാര്യയെയും കൂടി, അയാൾ ഏറ്റവും ഇളയവനാണ്, ഫിലിപ്പിൻ്റെ ഭാര്യയെ കൂടെ അയാൾ സ്വാധീനിച്ച് അയാൾ വശത്താക്കി. അപ്പോൾ അവളുടെ ഒരു ജസബെൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ 2 രാജാക്കന്മാർ പുസ്തകത്തിലുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിട്ട് വന്നു. അതുപോലുള്ളൊരു ദുഷ്ട സ്ത്രീയായിരുന്നു. അപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, യഹൂദരെ എതിർപ്പുള്ളവരെയൊക്കെ അങ്ങനെയൊക്കെ വലിയ. അപ്പോൾ അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകനെയും കൊന്നത് അവളാണ് പറഞ്ഞത്, താലത്തിൽ വെച്ച് മകളെ വിട്ട് നൃത്തം ചെയ്യിച്ച് രാജാവിന് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിലെ പകുതി വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, പിന്നെ യോഹന്നാൻ സ്നാപകൻ്റെ തല മതി, ശിരച്ഛേദം ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഇനിയിപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ യേശുവിനെ ഈ വിസ്തരിച്ചതുമൊക്കെ അല്ല പീലാത്തോസിനോട് കൂടി ചേർന്ന് ഒക്കെ വിസ്തരിച്ചത്. അപ്പോൾ ഇവർക്ക് ഭരണാധികാരികളെന്ന് പ്രൊക്യുറേറ്റർമാരാണ് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ ഭരണാധികാരികളെന്നേ ഉള്ളൂ, മറ്റ് അധികാരമെല്ലാം കൈയാളുന്നത് പ്രൊക്യുറേറ്റർ. അപ്പോൾ പീലാത്തോസ് യേശുവിൻ്റെ ആ കാലത്തെ അവസാന നാളുകളിലുള്ള പ്രൊക്യുറേറ്ററായിരുന്നു പീലാത്തോസ്. അപ്പോൾ ഈ ഹെറോദേസിന് പിന്നെ പറ്റിയത്, അദ്ദേഹം AD 39 ഇദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. കാരണം ഈ ഫിലിപ്പിൻ്റെ ഭാര്യയെ സ്വാധീനിച്ചെടുത്തിട്ട് അവളെ ഉപയോഗിച്ച് റോമൻ അധികാരികളെ പ്രീതിപ്പെടുത്തി രാജപദവി സ്വീകരിക്കാനൊക്കെ അദ്ദേഹം ഒരുപാടൊക്കെ നോക്കി. അതുകൊണ്ടാണ് അപ്പോൾ അതിൽ ഇത്ര മോശപ്പെട്ടവനായതുകൊണ്ട്, മോശപ്പെട്ട രീതിയിൽ തരംതാണ രീതിയിൽ പെരുമാറുള്ള അദ്ദേഹത്തെ അവർ നാട് കടത്തി AD 39 സ്ഥാനഭ്രഷ്ടനാക്കി നാട് കടത്തിയാണ് റോമൻ അധികൃതർ ചെയ്തത്. അങ്ങനെ അർക്കലാവുസിൻ്റെ ശേഷം പ്രൊക്യുറേറ്റർ ഭരണത്തിലായ യൂദയായിൽ ആദ്യത്തെ പ്രൊക്യുറേറ്റർ കോപ്പർനിയൂസ് AD 6 മുതൽ 9 വരെ ഭരിച്ചു. അതിനുശേഷം മാർക്കൂസ് 9 മുതൽ 12 വരെ, അന്യൂസ് 12 മുതൽ 15 വരെ, ഇതിനെയൊക്കെ അവരൊക്കെ ഭരിച്ചു. അവിടെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സമയങ്ങളായിരുന്നു അത്. അപ്പോൾ തുടർന്ന് വന്ന പ്രൊക്യുറേറ്റർ വലേറിയസ് 15 മുതൽ 26 വരെ, AD 15 മുതൽ 26 വരെ ഭരിച്ചു. അപ്പോൾ അങ്ങേര് അദ്ദേഹം യഹൂദ മേധാവ് ആചാര്യർക്ക് എതിരായിട്ട് അവിടെ ഭരണാധികാരികൾക്കും സന്നദ്ധിൻ സംഘങ്ങൾക്കും ഒക്കെ എതിരായിട്ടുള്ള കയ്യേറ്റമൊക്കെ വീണ്ടും തുടങ്ങി. അങ്ങനെ ഭരണത്തിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ 3 പ്രധാനാചാര്യന്മാരെ അദ്ദേഹം വലേറിയസ് കൊന്നു, അവർ നിഷ്കാസനം ചെയ്തു. AD 18 സ്വന്തം ഹിതത്വം അനുസരിച്ച് അതായത് റോമൻ സർക്കാരിനോടുകൂടി ചേർന്ന് അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന ഒരു പുരോഹിതനെ സ്ഥാപിച്ചു. അദ്ദേഹമാണ് കർത്താവിനെ വിസ്തരിച്ച് കർത്താവിനെ ഇവിടെ
ജനതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് നല്ലത്. ഒരുത്തൻ്റെ മരണം അത് വേണം ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് യേശുവിനെ വിസ്തരിച്ച് അവിടെ പീലാത്തോസിന് മുൻപിൽ കുരിശുമരണത്തിന് വേണ്ടി അവിടെ കൊണ്ട് ഏൽപ്പിച്ച് അവിടെ വാദിച്ചത് അതായിരുന്നു കയ്യാപ്പാസ്. അപ്പോൾ അങ്ങനെ 26 പീലാത്തോസ് പ്രൊക്രിയേറ്ററായി നിയമിതനായിട്ട് അപ്പോഴും ഈ കയ്യാപ്പാസ് അവിടെ ഉണ്ട്. അപ്പോൾ AD 18 കയ്യാപ്പാസിനെ നിയമിക്കുന്നത് പ്രധാന പ്രസിഡന്റ്. മറ്റുള്ളവരെയൊക്കെ തട്ടിക്കളഞ്ഞു വലേറിയസ്. അപ്പോൾ ഇങ്ങനെ പിന്നെ പീലാത്തോസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം തന്നെ വളരെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്രത്തിലൊക്കെ അതുപോലുള്ള ഭരണാധികാരികൾ ഒരുപാട് പേര് ക്രൂരന്മാരായി തീർന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നീട് അതൊക്കെ പഠിക്കാം. അപ്പോൾ ഈ പീലാത്തോസിൻ്റെ അതങ്ങനെ ആയിരുന്നു. അങ്ങനെ അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈബിളിൽ അതിനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജനചേരികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി ജനതകളുടെ അതിനെപ്പറ്റി നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. അന്ന് പ്രധാനമായിട്ട് ജനചേരികൾ ക്രിസ്തു ജനിക്കുന്ന ആ കാലത്ത് ഉണ്ടായിരുന്നത് 3 തട്ടിലുള്ള ആളുകളായിരുന്നു. ഒന്ന് പൗരന്മാർ, പൗരത്വം ഉള്ളവർ. 2 അടിമകൾ. 3 സ്വതന്ത്രർ. ഇങ്ങനെ 3 ചേരികളുണ്ടായിരുന്നു. പൗരത്വം ഉള്ളവർ ഉന്നതർ, അടിമകളൊക്കെ സ്വന്തമായിട്ടുള്ളവർ, വലിയ പ്രമാണിമാർ, അങ്ങനെയൊക്കെ ഉള്ളവർ, ധാരാളം വസ്തുക്കളും ഭൂമികളും ഒക്കെ ഉള്ളവർ. പിന്നെ 2 അടിമകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. 2 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് അടിമകളെ വലിയ പ്രമാണിമാർക്ക് ധനികർക്കൊക്കെ ചില വീട്ടിൽ 300 400 ഒക്കെ അടിമകളുണ്ടായിരിക്കുമായിരുന്നു. അപ്പോൾ ഹെറോദേസ് ഫസ്റ്റ് ജെറീക്കോയിൽ വെച്ച് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സുഗന്ധ പാത്രങ്ങൾ അദ്ദേഹത്തെ അടക്കുന്നതിന് വേണ്ടി എടുത്തത് തന്നെ 600ഓളം അടിമകളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. സുഗന്ധ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വരുന്നതിന് അടക്കുന്നതിന്. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ഈ അടിമകളുടെ സ്ഥിതി. അത് നമുക്ക് പിന്നെ കൂടുതലായിട്ട് പറയാം. അപ്പോൾ പൗരന്മാരെന്ന് പറയുന്നത് മറ്റ് ഭരണസമിതികളിലുമൊക്കെ ഉള്ളവരാണ്. സൈന്യത്തിലും സംഘത്തിലുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണ്. പിന്നെ സൈനിക അവർക്കേ ഉള്ളായിരുന്നു ഈ ഇലക്ഷനിൽ അധികാരം, സമ്മതിദാനാവകാശം, നഗര ഭരണ പ്രദേശങ്ങളിലുമൊക്കെ. പിന്നെ സൈനിക പദവികളും ഒക്കെ അവർക്കുള്ളതാണ്. കാരണം പകുതിയും അവർ 2 വള്ളത്തിലാണ്. ഒന്ന് യഹൂദരായാൽ തന്നെയും അവർ റോമൻ പ്രീണനം നടത്തുന്നവരായിരിക്കണം. അപ്പോൾ അവർ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന അവകാശമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള പൗരാവകാശം വില നൽകി വാങ്ങും റോമൻ സർക്കാരിൽ നിന്ന്. അപ്പോൾ ഈ രാജാക്കന്മാർ ഇവരെല്ലാവരും ഈ രാജാക്കന്മാർ നമ്മുടെ ഹെറോദേസും അങ്ങനെ കൂട്ടരെല്ലാം വില നൽകി വാങ്ങി വൻ തുക നൽകിയാണ് ഇതൊക്കെ വാങ്ങുന്നത്. അതുപോലെ സാധാരണക്കാരും പൗരാവകാശം വേണമെങ്കിൽ റോമൻ സർക്കാരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങണം. നമുക്ക് അതൊക്കെ ശ്ലീഹന്മാരുടെ നടപടിക്രമങ്ങളിൽ പറയുന്നുണ്ടല്ലോ. പൗലോസിനോട് വിസ്തരിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് വില കൊടുത്ത് വാങ്ങിയതാണ് പൗരാവകാശം. നിനക്ക് ജന്മനാ കിട്ടിയാണ്. പൗലോസിന് ജന്മനാ കിട്ടിയ പാരമ്പര്യമായിട്ട് ഉന്നതരായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹ ഉന്നതർ. അപ്പോൾ അവരെ ശിക്ഷിക്കാൻ പാടില്ല. അവരൊക്കെ എന്തെങ്കിലും കുറ്റം വന്നാൽ ശിക്ഷിക്കാനുള്ള കുറ്റമായാലും അവിടുത്തെ ലോക്കൽ ഭരണാധികാരിക്ക് രാജാവിന് ഈ പ്രൊക്യുറേറ്റർക്കൊന്നും പറ്റത്തില്ല. സീസറിന് അപ്പീൽ കൊടുക്കാനുള്ള അവകാശം അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പൗരാവകാശമുള്ളവർക്ക് സീസറിന് അപ്പീൽ കൊടുത്ത് സീസറിനാണ് അവിടെ തീരുമാനം ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മൾ നടപടിക്രമങ്ങൾ പൗലോസിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് വായിച്ചിട്ടുണ്ടല്ലോ.
അപ്പോഴൊക്കെ ആ സമയത്ത് അതൊക്കെ ഇനിയും പഠിപ്പിക്കുമ്പോൾ പറയാം. നമുക്ക് ക്ലിയർമാരുടെ പ്രവർത്തനങ്ങൾ 22-ാം അധ്യായത്തിൽ നമ്മൾ കാണാം. 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ക്രിസ്തുവിൻ്റെ ആ സമയത്ത് തന്നെ റോം 50 ലക്ഷം റോമൻ ഈ പ്രദേശങ്ങളിൽ, അത് പലസ്തീന പ്രദേശം ഒരു വലിയ വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശമായിരുന്നല്ലോ. 50 ലക്ഷത്തോളം പൗരന്മാർ, ഈ പൗരാവകാശം ഉള്ളവർ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഇനിയുണ്ട് അടിമകൾ. നമ്മൾ പറഞ്ഞത് അത് ഒരു പഴയ അന്നത്തെ ആദ്യകാലത്തെ ജനാധിപത്യമാണിത്. അപ്പം ഇലക്ഷനുമൊക്കെ ഉണ്ട്, അപ്പം വോട്ട് ചെയ്യാൻ പറ്റും അവർക്കൊക്കെ, അപ്പോൾ ഈ പൗരന്മാർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അടിമ സമ്പ്രദായം അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അത് മോശമായിട്ടോ തെറ്റായിട്ടോ സമൂഹം കണ്ടിരുന്നില്ല. അപ്പോൾ അടിമകളും അതുപോലെ തന്നെ വളരെ വലിയ ഒരു സംഖ്യയുണ്ട്. അതുകൊണ്ട് 90,000 അടിമകളെ ആദ്യത്തെ അടിമ വിപ്ലവം BC 73-74 തന്നെ റോമിൽ നടന്ന ഒരു അടിമ വിപ്ലവം, അതിൽ 90,000 അടിമകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ റോമിലെ അന്നത്തെ കാര്യങ്ങൾ നോക്കണ്ട. അപ്പോൾ ജൂലിയസ് സീസർ തന്നെ 63,000 പേരെ അടിമകളായിട്ട് ഇവിടുന്ന് പിടിച്ച് പലസ്തീനയിൽ നിന്നൊക്കെ പിടിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പിടിച്ച് വിറ്റതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, റോമൻ ചരിത്രം. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ കാലത്ത് റോമൻ സാമ്രാജ്യത്തിലെ അടിമകളുടെ സംഖ്യ 1.5 കോടിയിൽ ഏറെയായിരുന്നു എന്നാണ് പറയുന്നത്. 1.5 കോടിയിലും ഏറെ. അപ്പോൾ അത് നല്ലൊരു പങ്ക് ഇവിടെയും ഉണ്ടായിരുന്നു എന്നർത്ഥം. സാധാരണ ഒരു ധനികൻ്റെ വീട്ടിൽ തന്നെ എങ്ങനെ ആയാലും 100-50 എങ്കിലും അടിമകൾ ഉണ്ടായിരിക്കുമായിരുന്നു. നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്നുണ്ടല്ലോ, കാര്യസ്ഥന്മാർ, അവർ വീട്ടിലെ ഭൃത്യന്മാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നല്ലവർ കുറച്ച് ബുദ്ധി സാമർഥ്യവും കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ളവർ അവർ അധികാരികളായിട്ട് നിയമിക്കും. അവരെ പ്രധാന ഭൃത്യന്മാരായിട്ട് നിയമിക്കും. അതിൻ്റെയൊക്കെ ഒരു ഓവർസിയറായിട്ടോ എന്നൊക്കെ പറയുന്നത് പോലെ, ഫോർമാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പല പദവികൾ കൊടുത്ത് അവർ നിയമിക്കുമായിരുന്നു. തീരെ കുറഞ്ഞ കഴിവുകളൊന്നുമില്ലാത്തവരെയാണ് ഏറ്റവും താഴ്ന്ന എന്ന് കരുതുന്ന പ്രവർത്തികൾ, തോട്ടിപ്പണി അതുപോലൊക്കെയുള്ള പണികളൊക്കെ ചെയ്യുന്ന അടിമയായിട്ട് വഹിക്കുന്നത്. അവർക്ക് പൈസ ചെയ്യുന്നവരായിരിക്കും. കഴിവില്ലാത്തവർ, ഒന്നിനും മറ്റു പണികൾക്കൊന്നും കഴിവില്ലാത്തവർ, വൈഭവമൊന്നും ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെ നിൽക്കും. അങ്ങനെയാണ് അടിമത്ത സമ്പ്രദായം അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കൂടുതലും ഉപയോഗിച്ചിരുന്നത് ഇവരുടെയൊക്കെ ഭവനങ്ങളിലെ പണികൾ, പിന്നെ തോട്ടങ്ങളിലെ പണികൾ, കൃഷിഭൂമികളിലെ പണികൾ, പിന്നെ ഖനികളിൽ ജോലി ചെയ്യുന്നതിന്, വ്യവസായശാലകളുണ്ട് അവിടെ ജോലി ചെയ്യുന്നതിന്, പിന്നെ കപ്പലുകളിൽ കഠിനമായ അധ്വാനത്തിനൊക്കെ ആയിട്ട് അവരെ അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ വിൽക്കാം. ഒരാളെ പിന്നെ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അവരെ മറ്റൊരു ആൾക്ക് കൊടുക്കാം, മുതലാളിക്ക്. ആ കൊടുത്ത് ഇയാൾ ചിലവാക്കി വാങ്ങിച്ച കാശ് അയാളിൽ നിന്ന് വാങ്ങിക്കും, ഈടാക്കി അവർ കൊടുക്കും. കൂടുതൽ കഴിവുള്ളവരെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ക്രയവിക്രയം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അടിമകളുടെ അങ്ങനെ ഒരു വലിയ ഒരു സമൂഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇനി അടിമകൾ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ അവർ സ്വതന്ത്രന്മാരായിരിക്കും. അപ്പോൾ അങ്ങനെ സ്വതന്ത്രരായി തീരുന്നവരും വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പൗരന്മാരും അടിമകളും അല്ലാത്ത മറ്റ് വൻ സമൂഹം അവിടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ വലിയ ഒരു സംഖ്യ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പക്ഷേ മറ്റ് അധികാരങ്ങളൊന്നുമില്ല. പക്ഷേ അടിമത്തം അവരോട് ആരും അടിമത്തം ഇത് കാണിച്ചിരുന്നില്ല. പക്ഷേ അവർക്ക് മറ്റ് അധികാരങ്ങളൊന്നും സമൂഹത്തിലില്ലായിരുന്നു. അതുകൊണ്ട് അവർ
കുറച്ചൊക്കെ അവർക്കും വിധേയപ്പെട്ട് ഒക്കെ ജീവിച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു ഗണ്യ വിഭാഗം എന്ന് പറയാൻ വലിയൊരു അടിമത്തത്തിൽ നിന്ന് നേടിയ ശില്പികൾ, തച്ചന്മാർ, ചെരുപ്പ് കുത്തികൾ, ലോഹപ്പണിക്കാർ, മുക്കുവർ, വയലുകളിലും മുന്തിരിത്തോപ്പുകളിലെ ഫാമുകളിലൊക്കെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, കൈത്തൊഴിൽ ചെയ്യുന്നവർ, കൂലിപ്പണിയെടുത്ത് ജീവിച്ചവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ അടിമകളല്ലാത്ത ഒരു തൊഴിലാളി വർഗമാണ് ആയിരുന്നു ഇത് ഈ സ്വതന്ത്രർ എന്ന് പറയുന്നത്. അതായത് അവരല്ല അടിമകളുമല്ല, പൗരന്മാരല്ല, അടിമകളുമല്ല, ആരുടെയും അവരുടെ ആശ്രിതരായിട്ട് നിൽക്കുകയല്ല. പക്ഷേ അവരുടെ ജോലികളെല്ലാം അവർ ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യുന്ന ഒരു വർഗങ്ങളായിട്ട് അവർ മാറിയിരുന്നു. അപ്പോൾ ഇവരാണ് ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്നത്, സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും. കാരണം മറ്റേ അടിമകളെ സംരക്ഷിക്കാൻ അവരുടെ യജമാനന്മാരുണ്ട്, ഇവരെ സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ നിന്നാണ് പ്രത്യേകിച്ച് സെലക്റ്റുകളെന്ന് പറയുന്ന വർഗം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ പിന്നെ നമുക്ക് പറയുന്നുണ്ട്. ആ കൂട്ടം ഒരാളാണ് നമ്മുടെ ബറാബാസ്. ഈ കർത്താവിൻ്റെ കുരിശിൻ്റെ രണ്ട് വശത്ത് തറച്ചിരുന്ന തൂക്കിയിരുന്ന കള്ളന്മാരെന്ന് പറയുന്നവർ എല്ലാം അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ടിസ്മാസ്, ദിമാക്കൂസ്, ഇങ്ങനെ രണ്ടുപേരും. അപ്പോൾ ഇവരൊക്കെ ഈ വിപ്ലവകാരികളാണ്. അന്ന് സ്വതന്ത്രമായിട്ട് നടന്നു വിപ്ലവങ്ങളും പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നവരായിരുന്നു. അപ്പോൾ അതിൽ നല്ല ഒരു ഭാഗം യഹൂദ മതത്തിൽ ചേർന്നിട്ടും ഉണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം അവർക്ക് അടിമത്തം അങ്ങനെ കമ്പൽസറി അല്ല, അവർക്ക് നിർബന്ധമല്ലായിരുന്നെങ്കിൽ എല്ലാ പണികൾക്കുമൊക്കെ പോകും. പക്ഷേ അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയൊന്നും സാമൂഹികപരമായിട്ടുള്ളതൊന്നും അടിമകളെക്കാളും അല്പം അതൊക്കെ പറയാൻ തക്കവണ്ണം വ്യത്യാസമൊന്നുമില്ല അതുപോലെ. പക്ഷേ ഇവർക്ക് അരക്ഷിതാവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഇവർക്ക് യജമാനന്മാരില്ല. അപ്പോൾ കൂടുതലും കുറ്റവാളികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, പിടിച്ചു പറയും, കൊള്ളയുമായിട്ടൊക്കെ വരും. ഇവിടെ ജെറിക്കോയിലെ കൊള്ളക്കാരെ കയ്യിൽപ്പെട്ട അവർ പറയുന്നില്ലേ, കൊള്ളക്കാരൊക്കെ ഈ സ്വതന്ത്രരാണ് അവരൊക്കെ ഇതിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പോൾ ഇവർ ജൂഡായിസം മതം യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരുമുണ്ട്. പിന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നല്ലൊരു പങ്ക് കർത്താവിൻ്റെ കൂടെ കൂടിയൊക്കെ ഇങ്ങനെ നടന്നിരുന്നു. നമുക്കറിയാമല്ലോ 10,000-25,000 ഒക്കെ ആളുകളാണ് കർത്താവിൻ്റെ കൂടെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം പഠിച്ചിടുന്ന 30,000 ആളുകൾ ഉണ്ടായിരിക്കാം ആ കണക്കുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ലൊരു വിഭാഗം അടിമകൾ ഇങ്ങനെ ജീവിച്ചിരുന്നു. ഇനി നമുക്ക് സമയമൊക്കെ ഇച്ചിരി ഓവറായി, ഫേസ്ബുക്കിൻ്റെ സമയം. അപ്പോൾ നമുക്കടുത്തത് യഹൂദ സമുദായത്തെ പറ്റി പഠിക്കാം. യഹൂദ സമുദായത്തിൽ തന്നെ 2-3 വിഭാഗങ്ങളുണ്ട്, അത് പഠിക്കാം അടുത്ത എപ്പിസോഡിൽ. പഠിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ എഴുതിയെടുക്കുകയോ വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പിന്നീട് വായിക്കാനും കേൾക്കാനും വേണ്ടിയൊക്കെ എടുക്കാം. അപ്പോൾ എഴുതിയെടുക്കാനും ചെറിയ നോട്ട്സൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞു, ഇവിടെ ഉള്ളവരുണ്ടോയെന്ന് ഞാനത് ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് കേട്ട് അത് മനസ്സിലാക്കണം അന്നത്തെ ചരിത്രമൊക്കെ. അപ്പോഴേ ക്രിസ്തുവിൻ്റെ ജനനസമയം എന്തുമാത്രം കലുഷിതമായിരുന്നു, സങ്കീർണതയുള്ളതായിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. അതിനാണ് ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ അറിവ് കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. നമുക്കൊരറിവ് കിട്ടണം, ക്രിസ്തു എങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പിറന്നത്, എങ്ങനെയുള്ളൊരു സമൂഹത്തിലായിരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപസംഹരിക്കാം ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് നമ്മളെ രോഗികളെ എല്ലാവരെയൊക്കെ സമർപ്പിക്കാം. എന്നല്ല ഞാൻ പറഞ്ഞിരുന്നു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. ധാരാളം പേര് കാണും, നമ്മൾ പറയാത്തവരും പറയുന്നവരും ഒക്കെ കാണും. ഞാൻ പറയാത്തവരൊക്കെ ധാരാളം പേര് കാണും. അപ്പോൾ അവർ പറയാൻ മടിക്കുന്നവർ, അപ്പോൾ അവർ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പൊതുവേ ഞാൻ പറയില്ല, പേരും നാടും ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സന്താനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവർ, വാഞ്ചിക്കുന്നവർ, അവർക്ക് വേണ്ടി, അങ്ങനെ മനോവിഷമത്തിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി നമ്മൾ ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ സമൂഹം വർദ്ധിക്കേണ്ടുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ രോഗികൾ,
നമ്മൾ അറിയാത്തവർ തന്നെ എത്രയോ പേരിൽ പല ഭാഗങ്ങളിൽ ലോകത്ത് പല ഭാഗങ്ങളിലുമുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തപ്പെട്ടവർ, പരിത്യജിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ളവരുടെ കണ്ണുനീരെന്ന് പറയുന്ന വലിയ വിലയുള്ളതാണ്. അതൊക്കെ ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കായൻ്റെയൊക്കെ ആ ഭാഗമൊക്കെ എടുത്തപ്പോൾ അതൊക്കെ നിലവിളിക്കുന്ന ഭാവമാണ്. അവരെയൊക്കെ അങ്ങനെ ഒറ്റപ്പെടുത്തുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. പീഡനങ്ങൾ അനുഭവിക്കുന്നവർ വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് വേണ്ടിയൊക്കെ ധാരാളമായിട്ട് നമ്മൾ നല്ലപോലെ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി, 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 സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും രോഗഭാഗങ്ങളും എല്ലാം കർത്താവെ, രോഗബാധിത ഭാഗങ്ങളെല്ലാം അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവിടുത്തെ മഹത്വം ഇറങ്ങി വന്ന് ആവസിച്ച് അവരെല്ലാം സുഖപ്പെടട്ടെ. രോഗങ്ങളൊക്കെ ഭേദമാകട്ടെ. ദുഃഖങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ആശങ്കകളും ഉത്കണ്ഠകളും ഉള്ളവർക്കെല്ലാം ആശ്വാസം ഉണ്ടാകട്ടെ. അവരുടെ മനസ്സിനെയും ബോധമണ്ഡലങ്ങളെയെല്ലാം അവിടുത്തെ ആ മഹത്വം ഇറങ്ങി ആവസിച്ച് നിറയട്ടെ. അതെല്ലാം സുഖപ്പെടട്ടെ. ഇത് പ്രാർത്ഥിക്കുക. കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ കൃതജ്ഞതയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമീൻ. സ്തുതിക്കുന്നു.